തിരുവല്ലയിൽ പ്രധാനമന്ത്രിയുടെ പരിപാടിക്കിടെ CA കയ്യേറ്റം ചെയ്ത SIക്ക് സസ്പെൻഷൻ. മ്യൂസിയം സ്റ്റേഷനിലെ പ്രൊബേഷണറി SI കൃഷ്ണമോഹനെയാണ് സസ്പെൻഡ് ചെയ്തത്. തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറുടേതാണ് നടപടി. ഹരിയുണ്ട്. ഹരി, ഇതെന്തായത് CA കയ്യേറ്റം ചെയ്ത പ്രൊബേഷണറി SI നിലവിട്ട് പെരുമാറിയതാണോ കാരണം? അരുൺ, ഈ കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി തിരുവല്ലയിൽ പ്രധാനമന്ത്രി എത്തിയപ്പോഴായിരുന്നു ഈ സംഭവം. പ്രധാനമന്ത്രി വേദിയിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കവെയാണ് അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന മ്യൂസിയം പോലീസ് സ്റ്റേഷനിലെ പ്രൊബേഷണറി SI ആയിട്ടുള്ള കൃഷ്ണമോഹൻ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന കൊടുമൺ CAയെ കയ്യേറ്റം ചെയ്യുന്ന സംഭവം ഉണ്ടായത്. ആ സമയത്ത് ഷർട്ട് വലിച്ചു കീറി നെയിം പ്ലേറ്റ് അടക്കം പോകുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. വലിയ വിവാദമായിരുന്നു. ആ സമയത്ത് ഇവർക്കെതിരെ തിരുവല്ല പോലീസ് കേസെടുക്കുകയും ചെയ്തിരുന്നു. അതായത് പ്രൊബേഷണറി SI ആയിട്ടുള്ള കൃഷ്ണമോഹനും മറ്റു 2 പോലീസ് ഉദ്യോഗസ്ഥർക്കുമെതിരെ കേസെടുക്കുകയും ചെയ്തിരുന്നു. ആ സംഭവ സമയത്ത് ഈ കൃഷ്ണമോഹൻ മദ്യലഹരിയിലായിരുന്നു എന്നതടക്കമുള്ള ആരോപണങ്ങൾ നിലനിൽക്കുന്നുമുണ്ട്. അതിൽ കേസ് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്കാണ് മ്യൂസിയം പോലീസ് സ്റ്റേഷനിലെ SI ആയതുകൊണ്ട് തന്നെ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ ഇതിൽ അച്ചടക്ക നടപടി സ്വീകരിച്ചിരിക്കുന്നു. SIയെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. ഇയാൾക്കെതിരെ വകുപ്പ് തല നടപടി ഉണ്ട്. അന്വേഷണം നടക്കുന്നുണ്ട്. അന്വേഷണം നടത്തിക്കൊണ്ട് 1 മാസത്തിനുള്ളിൽ തന്നെ റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള നീക്കത്തിലേക്ക് കൂടി പോകുന്നുണ്ട്. പ്രൊബേഷണറി SI ആയതുകൊണ്ട് തന്നെ ഈ സസ്പെൻഷനിൽ കാര്യങ്ങൾ ഒതുങ്ങില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. ഈ റിപ്പോർട്ട് ലഭിച്ച ശേഷം, അന്വേഷണ റിപ്പോർട്ട് ലഭിച്ച ശേഷമായിരിക്കും കൂടുതൽ നടപടികളിലേക്ക് കടക്കുക. പ്രത്യേകിച്ച് ഒരു മേലുദ്യോഗസ്ഥനെ, അതും പ്രധാനമന്ത്രിയുടെ പരിപാടിക്കിടെ പ്രധാനമന്ത്രി വേദിയിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന വളരെയധികം ജാഗ്രത വേണ്ട സമയത്ത് കൂടിയാണ് അത്തരത്തിലൊരു കയ്യേറ്റം നടന്നത് എന്നുള്ളത് കൂടിയാണ്. ഈ കയ്യേറ്റം ചെയ്തതിന്റെ ദൃശ്യങ്ങളടക്കം പോലീസ് ശേഖരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ അന്ന് ഈ SIയോടൊപ്പം ഉണ്ടായിരുന്ന കൊടുമൺ CAയെ കയ്യേറ്റം ചെയ്യാൻ ഒപ്പമുണ്ടായിരുന്ന മറ്റു 2 പോലീസുകാർക്കെതിരെ കൂടി ഇപ്പോൾ അന്വേഷണം നടക്കുന്നുണ്ട്. അരുൺ, താങ്ക് യു. ഹരിയാണ് വിവരങ്ങൾ നൽകിയത്.